സഹോദരങ്ങളെ, കർത്താവിൻ്റെ അത്ഭുത രക്തത്തെക്കുറിച്ച് പരിശുദ്ധ വചനങ്ങളിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ക്രൈസ്തവരായി നമ്മുടെ ജീവിതത്തിൽ, ക്രൈസ്തവരുടെ ജീവിതത്തിൽ മാത്രമല്ല, ആരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, യേശുവിനെ ഏക രക്ഷകൻ നാഥനുമായി സ്വീകരിക്കുന്നുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം ഒഴുകപ്പെടുകയാണ്. നമ്മൾ ആ തിരിച്ചോരയുടെ മറവിലാണ്. നമ്മൾ ആ അമൂല്യ രക്തത്തിൻ്റെ ആ പൊതിച്ചിലാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്തം അത്ഭുത രക്തമാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്തം കറയില്ലാത്ത പരിശുദ്ധമായ രക്തമാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്തം കുഞ്ഞാടിൻ്റെത് പോലെയുള്ള അമൂല്യമായ രക്തമാണ്. വിലയേറിയ വിലപ്പെട്ട രക്തമാണ്. അത് അത്ഭുത രക്തമാണ്. ആ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഓർക്കുമ്പോഴെല്ലാം നമ്മളിലേക്ക് അസാധാരണമായ കൃപകൾ ഒഴുകപ്പെടുകയാണ്. തിരിച്ചോരയെക്കുറിച്ച് ധ്യാനിക്കുന്ന ജീവിതങ്ങൾ അസാധാരണമായ കൃപ കൊണ്ട് മൂടപ്പെടുന്നു. അപ്രകാരമുള്ള കുടുംബങ്ങൾ ആത്മാവിൻ്റെ അഭിഷേകത്താൽ പൂരിതമാകുന്നു. തിരുരക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ജീവിതങ്ങൾ കർത്താവിൻ്റെ തേജസ്സിനാൽ പ്രകാശിതമാകുന്നു. സഹോദരങ്ങൾ, എന്തുമാത്രം നന്മകളാണ് പരിശുദ്ധ രക്തത്തിലൂടെ സ്വർഗം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ തിരിച്ചോരയുടെ മറവിലാണ്. I stay right under the blood. I stay right under the blood. നമ്മൾ എവിടെയാണ്? നമ്മൾ ആ രക്തത്തിൻ്റെ മറവിലാണ്. നമ്മൾ അവിടെയാണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ തിരിച്ചോരയാൽ മറയ്ക്കപ്പെട്ടവരാണ്, പൊതിയപ്പെട്ടവരാണ് നമ്മൾ. സ്തുതിക്കുന്ന കർത്താവ് എത്ര ബ്ലെസ്സഡ് ആണ്. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ് സഹോദരങ്ങളെ. കർത്താവിൻ്റെ രക്തം വഴി നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് ഈ തിരുരക്തം പര്യാപ്തമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമാണ് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങൾ. കർത്താവിൻ്റെ രക്തം നമ്മുടെ വീണ്ടെടുപ്പിനും നിത്യരക്ഷയ്ക്കും പര്യാപ്തമാണ്, പൂർണ്ണമായും പര്യാപ്തമാണ്. നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 22-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. താൽക്കാലികമായി പിശാചിന് അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ. ലോകത്തിലെ സഭയിൽ നമ്മൾ ഇന്ന് കാണുന്ന പലവിധ അസ്വസ്ഥതകളും അനൈക്യങ്ങളും ഭിന്നതകളും, ലോകത്തിൽ നടമാടുന്ന പാപം, മ്ലേച്ഛതകൾ, അതിപ്രസരങ്ങളും, എല്ലാവിധ അരാജകത്വങ്ങളും, വഴിവിട്ട ബന്ധങ്ങളും, സകലവിധ തിന്മകളുടെ വർധനവും എന്നു വേണ്ട ലോകം ഇതുപോലെ ഇന്ന് ദുഷിച്ചു പോയതിൻ്റെ അടിസ്ഥാന കാരണം ഇത് പിശാചിന് താൽക്കാലികമായി അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ. വെളിപാടിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെളിപാട് 12:12 കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിനെ അത്ഭുതകരമായ അസാധാരണമായ ദൈവീക സംരക്ഷണം കൂടിയേ തീരൂ. ഈ ദൈവിക സംരക്ഷണം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആയുധമാണ് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. പരിശുദ്ധമായ രക്തം, അമൂല്യ രക്തം, അത്ഭുത രക്തം. ആ രക്തത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട്. നമ്മൾ ആ രക്തത്തിൻ്റെ പൊതിച്ചിലാണ്. നമ്മളെ മുഴുവൻ കർത്താവിൻ്റെ രക്തം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുക. പിശാച് നമ്മൾ നോക്കുമ്പോൾ നമ്മെ കാണാൻ പറ്റുന്നില്ല. സാത്താനെ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ രക്തമാണ്. കറയില്ലാത്ത രക്തം, അവൻ്റെ അമൂല്യമായ രക്തമാണ്. പിശാച് കാണുന്നത് ഈ രക്തം കാണുമ്പോൾ സാത്താൻ ഭയന്ന് അവൻ ഭയവിഹലനായി ഓടിപ്പോവുകയാണ്. അവൻ്റെ കോട്ടകൾ തകർക്കപ്പെടുകയാണ്, അവൻ്റെ പിടികൾ പൊട്ടുകയാണ്, അവൻ്റെ നുഖങ്ങൾ ഒടിയുകയാണ്. കാരണം യേശുവിൻ്റെ രക്തം അത്ഭുത രക്തമാണ്. അത്ഭുത രക്തം. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ
കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് അത് വലിയ അനുഗ്രഹമാണ്. തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെക്കുറിച്ചും ആ രക്തത്തിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ സംരക്ഷണത്തെക്കുറിച്ചും ആ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അസാധാരണമായ കൃപകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് തന്നെ നമുക്ക് അനുഗ്രഹദായകമാണെന്ന് പരിശുദ്ധ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 16-ാം വചനം, 5:16. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. തിന്മയുടെ ദിനങ്ങളാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം തിന്മ നിറഞ്ഞൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം ജീവിക്കണമെങ്കിൽ, ജീവിത വിശുദ്ധിയോടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ സൂക്ഷിക്കണമെങ്കിൽ, വിശ്വസ്തയുടെ പരസ്പരം നമുക്ക് ദൈവരാജ്യത്തെ പടുത്തുയർത്തണമെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, അസാധാരണമായ ഒരു ദൈവ നടത്തിപ്പും ദൈവിക സംരക്ഷണവും കൂടിയേ തീരൂ. അത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം ഈ തിരിച്ചോര അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പരിശുദ്ധ രക്തം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ ഗൈഡ് ചെയ്യുന്നു, നമ്മളെ ലീഡ് ചെയ്യുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. തിന്മ നിറഞ്ഞ ഈ ഒരു ദിനങ്ങളിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തിന് അസാധാരണമായ ദൈവീക സംരക്ഷണം കൂടിയേ തീരൂ. അത് പരിശുദ്ധ രക്തത്തിലുണ്ട്. വെളിപാട് പുസ്തകം 12:12 പല പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. അനവസാന ഭാഗം പറയുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ. ടൈം ഈസ് ഷോർട്ട്. വളരെ ചുരുങ്ങിയൊരു സമയം. കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സത്യം നമ്മളെക്കാൾ അധികമായി പിശാചിനറിയാം. ലോകത്തിൽ നടമാടുന്ന ഈ ദുഷിപ്പുകളും ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങളൊക്കെ നമ്മുടെ വിളിച്ചു പറയുന്ന സത്യം എന്താണ്? ഇത് യേശുവിൻ്റെ 2ാം വരവിനെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടം ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഈ സത്യം മനസ്സിലാക്കിയ പിശാച് അരിശം കൊണ്ട് കോപാകുലനായി തൻ്റെ മുഴുവൻ സൈന്യത്തെ ഉപയോഗിച്ച് അസംഖ്യം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവമക്കൾ കൃപയിൽ വീണുപോകാതിരിക്കാൻ, കർത്താവിൻ്റെ ജനം പരിശുദ്ധിയിൽ ജീവിക്കുവാൻ, സത്യവിശ്വാസം ജീവിക്കുവാൻ, ഈ വിശ്വാസം പ്രഘോഷിക്കുവാൻ, സഹോദരങ്ങളെ, അസാധാരണമായ ദൈവീക സംരക്ഷണത്തിൻ്റെ മുദ്ര നമ്മുടെ ജീവിതത്തിലുണ്ടായേ മതിയാകൂ. അത് പരിശുദ്ധ രക്തത്തിലുണ്ട്. ഈ മുദ്ര കർത്താവിൻ്റെ തിരുരക്തത്തിന് തരാൻ കഴിയും. നമ്മളെ രക്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. 31-ാം സങ്കീർത്തനം 20-ാം വചനത്തിൽ ഈ സത്യം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ ഒളിപ്പിച്ചു. സാന്നിധ്യത്തിന്റെ മറവിൽ. സഹോദരങ്ങളെ, ദുഷ്ടപിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്ന്, പൈശാചികമായ തിരിച്ചടികളിൽ നിന്ന്, സാത്താന്യ പീഡകളിൽ നിന്ന്, അവന്റെ പോരുകളിൽ നിന്ന്, പോരാട്ടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ സംരക്ഷിക്കുവാൻ തന്റെ അത്ഭുത രക്തത്തിന്റെ മറവിൽ നമ്മൾ ഒളിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ രക്തത്തിന്റെ മറവിൽ നമ്മൾ ഒളിപ്പിക്കുകയാണ്. ഒരു തിന്മയ്ക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. ആരെല്ലാം ഈ രക്തത്തിന്റെ മറവിലാണോ അവരെ നശിപ്പിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ, തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, പിഴുതുമാറ്റുവാൻ ഒരു ശക്തിക്കും, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും, ഒരു തിന്മയ്ക്കും സാധ്യമല്ല. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. കൃപ ചൊരിയണമേ. കൃപ ഒഴുകട്ടെ. കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. സൗഖ്യമൊഴുകട്ടെ. യേശുവിന്റെ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ, അമൂല്യ രക്തത്താൽ അത്ഭുത സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. അവരെ അങ്ങ് ഒളിപ്പിച്ചു.
കർത്താവ് അവരെ ഒളിപ്പിക്കുകയാണ്. എവിടെ ഒളിപ്പിച്ചത്? തൻ്റെ തിരുച്ചോരയുടെ മറവിൽ, തിരുസാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവ് നമ്മൾ ഒളിപ്പിക്കുന്നു. ഒരു തിന്മയ്ക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. പിശാചിന് നമ്മളെ കാണാൻ കഴിയാത്ത വിധം നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധ രക്തമാണ്. പവർ പവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസാധാരണമായ ഒരു അനോയിന്റിങ് നമ്മുടെ സമൂഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. വിശ്വസിച്ച് നിങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ആ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മടിക്കരുത്, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ആത്മീയമായ, ഭൗതികമായ ഏത് ആവശ്യങ്ങളും നിങ്ങൾ ആ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അനേകരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിമോചനങ്ങൾ പരിശുദ്ധാത്മാവ് തരും. ഇത് വീണ്ടെടുപ്പിൻ്റെ സമയമാണ് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് അവരെ ഒളിപ്പിക്കുകയാണ്. തൻ്റെ തിരുച്ചോരയുടെ മറവിൽ, തിരുരക്തത്തിൻ്റെ മറവിൽ കർത്താവ് നമ്മൾ ഒളിപ്പിക്കുന്നു. അത് അത്ഭുത രക്തമാണ്, നമ്മളെ സംരക്ഷിക്കുന്ന രക്തമാണ്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, പൗലോസ് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനം 5:7. അതിനവസാന ഭാഗത്ത് തിരുവചനം പറയാണ്, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച് അതിന് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞേ, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണ്? കർത്താവ് യേശുവാണ്. ഈ കുരിശിലോട്ട് നോക്കി, നിങ്ങൾ ആ പുറകിൽ നോക്കിയേ, കർത്താവ് ക്രൂശനായി നമ്മുടെ പുറകിലുണ്ട്. ആ സ്ക്രീനിലോട്ട് നിങ്ങൾ നോക്കിയേ, നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണ്? കർത്താവായ ക്രിസ്തുവാണ്, യേശുവാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് തിരുരക്തത്തിന് ഇത്രയും ശക്തി? സാത്താന്റെ കോട്ടകളെ തകർത്ത് കളയുവാൻ, പൈശാചിക പിടികളെ പൊട്ടിക്കുവാൻ, നരകത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കിക്കളയുവാൻ, ജീവിതങ്ങളെയും കുടുംബങ്ങളെയും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ, ലോകത്തിനും സഭയ്ക്കും നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിന് കഴിയുന്നു. എന്തുകൊണ്ടാണ് തിരുരക്തത്തിന് ഇത്രമാത്രം ശക്തിയുള്ളത്? ലോകത്തിൽ അനേക രക്തം ചിന്തിയിട്ടുണ്ട്. അവരുടെ രക്തത്തിന് നമുക്ക് രക്ഷ തരാൻ പറ്റിയില്ല, നമ്മളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ രക്തം, കറയില്ലാത്ത പരിശുദ്ധമായ രക്തത്തിന് നമ്മളെ സുഖപ്പെടുത്തുവാനും നിത്യരക്ഷ പ്രദാനം ചെയ്യുവാനും കഴിയുന്നു. ഇത് വെറുമൊരു മിഥ്യാധാരണ മാത്രമല്ല, ഇത് സത്യമാണ്. ഇത് 100% സത്യമാണ്. ഇതാണ് സത്യം. യേശു പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം, ഞാനും ഒരു സത്യമാകുന്നു എന്നല്ല യേശു പറഞ്ഞത്. ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം, ഞാൻ മാത്രമാണ് സത്യം. സഹോദരങ്ങളെ, നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ ക്രിസ്തുവാണ്. അവന്റെ പരിശുദ്ധ രക്തത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം അത്ഭുത ശക്തിയുള്ളത്? യേശുവിൻ്റെ രക്തം എന്തുകൊണ്ടാണ് അത്ഭുത രക്തമായി മാറിയത്? അത് കറയില്ലാത്ത, കളങ്കമില്ലാത്ത പരിശുദ്ധ രക്തമായി മാറിയതിൻ്റെ പുറകിലുള്ള ആത്മീയ രഹസ്യം എന്താണ്? തിരുച്ചോരയുടെ ശക്തിയുടെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. ഇത് അനുഭവിച്ചു വേണം തിരുച്ചോരയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ രക്തം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ സത്യം അനുഭവിച്ചുകൊണ്ട് വേണം. ഈ വചനത്തിന്റെ വെളിപാടുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോഴാ തിരുച്ചോരയുടെ യഥാർത്ഥ പവർ നമുക്ക് അനുഭവിക്കുവാനും സ്വീകരിക്കുവാനുമായി കഴിയുന്നത്. കരമിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 അനുഭവിച്ചുകൊണ്ട് തിരുരക്തം വിളിച്ച് പ്രാർത്ഥിക്കണം. അവര് പ്രാർത്ഥിക്കുന്നു, ഇവര് പ്രാർത്ഥിക്കുന്നു. പല പ്രാർത്ഥന പുസ്തകങ്ങൾ ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. അല്ല, തിരുച്ചോരയുടെ ശക്തി നീ വ്യക്തിപരമായി അനുഭവിക്കണം. ആ ചോരയുടെ അഭിഷേകം നീ സ്വന്തമാക്കണം. നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ ക്രിസ്തുവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഹെബ്രായ പുസ്തകം 7:25 വചനം പറയുന്നു,
എബ്രായ പുസ്തകം 7:25 നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഈ പരിശുദ്ധ വചനം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മളെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കർത്താവായ ക്രിസ്തുവിന് കഴിവുണ്ട്. നമ്മളെ പൂർണ്ണമായും രക്ഷിക്കുവാൻ ആത്മീയ, മാനസിക, വൈകാരിക, ശാരീരികമായ നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ, പിശാചിന്റെ പിടിയിൽ നിന്ന്, ശാപബന്ധനങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന്, എല്ലാവിധ തിന്മകളുടെ അരാജകത്വങ്ങളിൽ നിന്ന്, സകലവിധ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കർത്താവിന് ശക്തിയുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിയും. അവന് മാത്രമേ കഴിയൂ. പെർഫെക്റ്റ് പവർ. നമ്മുടെ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായ ശക്തിയാണ്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് പൂർണ്ണമായും രക്ഷിക്കുവാൻ. അൽപൂർണ്ണ സ്വരത്തിൽ പറഞ്ഞ് പൂർണ്ണമായും രക്ഷിക്കുവാൻ. യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായി രക്ഷിക്കാൻ. സഹോദരൻ, നിന്റെ പ്രശ്നം എന്താ? സാമ്പത്തിക വിഷയമാണോ? സഹോദരൻ, നിന്റെ വിഷയം ആത്മീയ പ്രതിസന്ധിയാണോ? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതാണോ? കൃപയിൽ വളരാൻ കഴിയാത്തതാണോ? ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണോ? വചനം ഓർക്കാൻ കഴിയാത്തതാണോ? എന്താണ് നിന്റെ ആത്മീയമായ പ്രശ്നം? വിട്ടുമാറാത്ത രോഗങ്ങളാണോ? നിന്റെ കുടുംബത്തിലെ ബന്ധനങ്ങളാണോ? അടിക്കടിക്കുണ്ടാക്കുന്ന പരാജയങ്ങളാകുന്നു? വിട്ടുമാറാത്ത പ്രതിസന്ധികളും ദുരിതങ്ങളുമാണോ? ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ പ്രശ്നത്തിന് അടിസ്ഥാനം എന്താ? ഒരു സത്യം നീ മനസ്സിലാക്കണം. നിന്റെ പ്രതിസന്ധി എന്തുമാവട്ടെ, നിന്റെ ആവശ്യം എന്തുമാവട്ടെ, പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിൽ നിന്നെല്ലാം നിന്നെ രക്ഷിക്കുവാൻ, നിനക്ക് വേണ്ടത് പ്രദാനം ചെയ്യുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ വഴി നടത്തുവാൻ കർത്താവിന് കഴിവുണ്ട്. അവന് മാത്രമേ കഴിയൂ. പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. പെർഫെക്റ്റ് പവർ. പെർഫെക്റ്റ് പവർ. പൂർണ്ണമായ ശക്തി, സമ്പൂർണമായ ശക്തി. ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ശക്തിയുടെ അനുഭവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആദ്യമേ പാടി പ്രാർത്ഥിച്ച ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി. കർത്താവിന്റെ ശക്തി അനുഭവിക്കുക. നിന്നെ വീണ്ടെടുക്കുവാനുള്ള ശക്തി കർത്താവിന്റെ രക്തത്തിനുണ്ട്. നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തെ സുഖപ്പെടുത്തുവാൻ, നിന്റെ തലമുറകളെ സൗഖ്യമാക്കുവാനുള്ള ശക്തി കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിനുണ്ട്. നിന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ, നിന്റെ തലമുറകളെ ശുദ്ധീകരിക്കുവാൻ, ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ, എത്ര കഠിന പാപിയെയും മാനസാന്തരപ്പെടുത്തുവാൻ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന് കഴിയും. Blood of Jesus, Holy blood of Jesus, blood of Jesus. ഉജ്ഞാന രക്തമേ, അറിയില്ലാത്ത രക്തമേ, അത്ഭുത രക്തമേ, പരമേന്ദ്രൊറ്റ വിളി യേശുവേ. എല്ലാം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഈശോയേ, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. തലമുറകളിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തിയിലേക്ക് ഇത് വ്യാപരിക്കട്ടെ. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ഈ തിരുച്ചോരയുടെ അനന്ത ശക്തി ഇപ്പോൾ ഈ അത്താരിൽ നിന്ന് വ്യാപരിക്കട്ടെ. റിലീസ്, റിലീസ്. കരമടിച്ച് ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിനാ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിനാ. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious
precious blood of the Lamb. There is power. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിന്റെ രക്തം അത്ഭുത രക്തമാണെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു യേശുവിന്റെ രക്തം അത്ഭുത രക്തമാണെന്ന്? അത്ഭുത രക്തമാണെന്ന്, അത് പരിശുദ്ധ രക്തമാണെന്ന്, അത് കറയില്ലാത്ത രക്തമാണെന്ന്, അത് വിലപ്പെട്ട രക്തമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ കരമുയർത്തിരൊറ്റ വിളി യേശുവേ, ജീസസ്, ജീസസ്, ജീസസ്. പെരുമഴ പോലെ പെയ്യട്ടെ, പെയ്യട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ, തിരക്കം പെയ്യട്ടെ, തിരക്കം പെയ്യട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ. ആ കൈകൾ പരസ്പരം ഒന്ന് കോർത്തു പിടിച്ച് പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ ഓർത്ത് പിടിച്ച തിരുരക്തം. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് യേശുവിൻ രക്തം, യേശുവിൻ രക്തമേ, അത്ഭുത രക്തമേ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ജീസസ്. സകല കെട്ടുകളും അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. സകല നുഖങ്ങൾ അടിയട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ. Blood of Jesus, Holy blood of Jesus, Jesus. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. എല്ലാവരും പാടി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ. കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, മക്കളിലേക്ക്, ഓരോരുത്തരിലേക്ക്, നമ്മുടെ ദേശത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക്, ലോകം മുഴുവനിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കറയില്ലാത്ത രക്തമേ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, ശാപങ്ങളെ തകർക്കുന്ന, ശാപങ്ങളെ പൊട്ടിക്കുന്ന രക്തം, യേശുവിൻ രക്തം, ശാപചങ്ങലകളെ പൊട്ടിക്കുന്ന രക്തം, പാപക്കെട്ടുകളെ പൊട്ടിക്കുന്ന രക്തം, രോഗപീഠകൾ നിർവീര്യമാക്കുന്ന രക്തം. Blood of Jesus, blood of Jesus, blood of Jesus. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരമുയർത്തിരൊറ്റ വിളി യേശുവേ. ഈശോയേ, ഈശോയേ, ഈശോയേ. കൃപ കൊടുക്കട്ടെ, പരിശുദ്ധ രക്തത്തിന്റെ കൃപ, പരിശുദ്ധ രക്തത്തിന്റെ കൃപ, തിരിച്ചോരയുടെ കൃപ ജനകോടികളിലേക്ക് കൊടുക്കട്ടെ, ജനകോടികളിലേക്ക് വ്യാപരിക്കട്ടെ. തിരിച്ചോരയെ, തിരുരക്തമേ, അറിയില്ലാത്ത രക്തമേ, അത്ഭുത രക്തമേ, പരിശുദ്ധ രക്തമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പൊതിയണമേ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആ രക്തം ഞങ്ങളെ പൊതിയട്ടെ, ഞങ്ങളെ സംരക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. Yes, Lord, yes, Lord. എല്ലാ നിയോഗങ്ങളുടെ മേൽ തിരുരക്തം വീഴട്ടെ, എല്ലാ ആവശ്യങ്ങളുടെ മേൽ തിരുരക്തം വീഴട്ടെ, എല്ലാ കുടുംബങ്ങളിലും തിരുരക്തം വീഴട്ടെ, തിരുരക്തം വീഴട്ടെ, തിരിച്ചോര വീഴട്ടെ, തിരിച്ചോര തലമുറകളുടെ മേൽ തിരുരക്തം വീഴട്ടെ. സഹോദരനെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ആ തിരിച്ചോരയിലേക്ക് സമർപ്പിച്ച് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, പൂർണ്ണമായി രക്ഷിക്കുവാൻ
കർത്താവിന് കഴിവുണ്ട്. പെർഫെക്റ്റ് പവർ, പൂർണ്ണമായി നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ, നമ്മുടെ മക്കളെ രക്ഷിക്കാൻ. നമ്മൾ എന്തിനെ ഓർത്താണോ വേദനിക്കുന്നത്, ആ പ്രതിസന്ധിയിൽ നമ്മളെ രക്ഷിക്കാൻ, എന്താണ് നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നത്, ആ അസ്വസ്ഥതകൾ നമ്മളെ രക്ഷിക്കാൻ കർത്താവിൻ്റെ രക്തത്തിന് കഴിവുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് കഴിവുണ്ട്. ഓ ജീസസ്, അത് പറയുമ്പോൾ ശക്തമായൊരു അഭിഷേകം വ്യാപരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, തിരുരക്തത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. തിരുരക്തത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഇത് പഠിപ്പിക്കുകയാണ്, വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എബ്രായ പുസ്തകം 10:14 വീണ്ടും വചനം പറയുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരായി. കർത്താവിൻ്റെ രക്തത്തിൽ നമുക്ക് ഫുൾനെസ് ഉണ്ട്, പരിപൂർണതയുണ്ട്. ആത്മീയവും ഭൗതികവും എല്ലാ അനുഗ്രഹങ്ങളുടെ പൂർണ്ണത കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലുണ്ട്. അവൻ ഏകബലി സമർപ്പണം വഴി തൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങൾ വഴി നമ്മളെ പരിപൂർണരാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ രക്തം നമ്മളെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു. സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി നമ്മളെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു. ഓ, എത്ര മഹനീയമായ പ്രവൃത്തിയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെളിപാട് പുസ്തകം 5:9 അവിടെ എന്താ പറയുന്നത്? എന്നെ ഒത്തിരി എന്നെ സ്വാധീനിച്ചൊരു വചനമാണത്. അവരൊരു നബിഗാനം ആലപിച്ചു, പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന് മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. നമ്മുടെ പെസഹ കുഞ്ഞാടായി ക്രിസ്തു വധിക്കപ്പെടുകയും കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. നമ്മളെ പർച്ചേസ് ചെയ്യാണ്, നമ്മളെ വീണ്ടെടുക്കുകയാണ്, വിലയ്ക്ക് വാങ്ങുകയാണ്. സഹോദരങ്ങളെ, രക്തത്തിൻ്റെ അമൂല്യമായ ആ വില നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ജീവന്റെ വിലയാണ് കർത്താവിൻ്റെ രക്തത്തിനുള്ളത്. അത് അത്ഭുത രക്തമായി മാറുന്നത് അത് കർത്താവിൻ്റെ ജീവനാണ്. ആ രക്തത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ ജീവനാണ്, ഈശോയുടെ ജീവനാണ്, ഈശോ തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ തന്നെ. അതുകൊണ്ട് പിശാച് ഭയന്ന് വിറയ്ക്കുന്നത്, അവൻ്റെ പിടികൾ പൊട്ടുന്നത്, ശാപങ്ങളുടെ തലമുറയായി ബന്ധിക്കപ്പെട്ട പല ശാപബന്ധനത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിത്തകർന്ന് വീഴുന്നത് ഈ രക്തത്തിൻ്റെ ശക്തിയിൽ. അത് യേശു തന്നെയാണ്, യേശുവിൻ്റെ ജീവനാണ് അവൻ്റെ രക്തത്തിൽ മുഴുവനായി അടങ്ങിയിരിക്കുന്നത്. യേശുവിൻ്റെ ജീവൻ, ലൈഫ് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ. സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കണം. അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില. വെളിപാട് പുസ്തകം 19:13 ഇതേ സത്യം തിരുവചനം പഠിപ്പിക്കുകയാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്. ശ്രദ്ധിച്ചു നിങ്ങൾ, ബ്ലഡ് ഓഫ് ജീസസ്. എൻ്റെ ഈ 32 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക കെട്ടുകൾ പൊട്ടുന്നത്. ചില ജീവിതങ്ങളിൽ പിശാചുക്കൾ അലറി വിളിച്ച് അട്ടഹസിച്ചുകൊണ്ട് പുറത്തു പോകുന്ന അത്ഭുതകരമായ വിമോചനം, ഡെലിവറൻസ് ജനത്തിന് ലഭിക്കുന്നത് കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ. തിരുരക്തം, ബ്ലഡ് ഓഫ് ജീസസ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക് വിമോചനത്തിന് ശക്തി വ്യാപരിക്കുന്നു. വ്യക്തി ജീവിതത്തിലേക്ക്, തലമുറകളിലേക്ക് അത്ഭുതകരമായ പവറാണ് വ്യാപരിക്കുന്നത്. കാരണം എന്താ സഹോദരങ്ങൾ, എന്താ കാരണം? അത് അമൂല്യ രക്തമാണ്. കർത്താവ് അങ്ങ് ഡയലോഗ് പറഞ്ഞു പോവല്ലേ ചെയ്തത്. നമ്മൾ വീണ്ടെടുക്കുവാൻ, വിലയ്ക്ക് വാങ്ങുവാൻ നമ്മൾ രക്തം ചിന്തി മരിച്ചു. രക്തത്തിൽ മുക്കിയ മേലങ്കിയാണ് നമ്മുടെ കർത്താവ് ധരിച്ചിരിക്കുന്നത്. ഈ രക്തത്തിന്റെ മണമടിച്ചാലുണ്ടല്ലോ പിശാച് ഭയവിഹലനായി ഓടിപ്പോകാൻ. ആ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളെ ഈ തിരക്തത്തിന് മറവിലേക്ക് കൊണ്ടുവരണം.
തിരുച്ചോരയിൽ പൊതിയണം. നമ്മുടെ തലമുറകളെ പൊതിയണം, മക്കളെ പൊതിയണം, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ, മിനിസ്ട്രികൾ, കൂട്ടായ്മകൾ, സമർപ്പിത സമൂഹങ്ങൾ, നമ്മുടെ സഭ എല്ലാം ഈ തിരുച്ചോരയുടെ മറവിൽ പൊതിയപ്പെടണം, സംരക്ഷിക്കപ്പെടണം. കർത്താവിന്റെ രക്തത്തിന് മണമടിച്ചാൽ ആ പരിസരത്ത് പിശാചിന് വരാൻ പറ്റില്ല. അത് മുഴുവൻ യേശുവിന്റെ ജീവൻ 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 നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, പരിശുദ്ധ രക്തം, പരിശുദ്ധ രക്തം, അത്ഭുത രക്തം, അത്ഭുത രക്തം, അമൂല്യ രക്തം, അമൂല്യ രക്തം, അറിയില്ലാത്ത രക്തം, പറയില്ലാത്ത രക്തം, അളവില്ലാത്ത രക്തം, അളവില്ലാത്ത രക്തം, വിലയേറിയ രക്തം, വിലയേറിയ രക്തം, വിലപ്പെട്ട രക്തം, വിലപ്പെട്ട രക്തം, പരിശുദ്ധ രക്തം, പരിശുദ്ധ രക്തം, അത്ഭുത രക്തം. അത്ഭുത രക്തം. കരമേത്തിന് 3 പ്രാവശ്യം ഒറ്റ വിളി, യേശുവേ, ജീസസ്, 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 ജീസസ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ, സാത്താൻ അടിസ്ഥാനങ്ങൾ തകരട്ടെ. Holy blood of Jesus, blood of Jesus, blood of Jesus. വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ മേൽ തിരിച്ചോര തെളിക്കണമേ. കുടുംബങ്ങൾ തിരിച്ചോര തെളിക്കപ്പെടട്ടെ, തിരിച്ചോര തെളിക്കപ്പെടട്ടെ, തെളിക്കപ്പെടട്ടെ. റൂഷിയ റിബബബബ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. തിരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. ആഗ്രഹിച്ച് വിശ്വസിച്ച് പാടി പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ഇത് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു, അസാധാരണ ക്രമങ്ങൾ ഒഴുകപ്പെടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, 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 ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ആമേൻ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, പവർ തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. രക്തത്തിൽ മുക്കിയ മേലങ്കി. നമ്മുടെ കർത്താവ് ധരിച്ചിരിക്കുന്ന മേലങ്കി എപ്രകാരമുള്ള മേലങ്കിയാണ്? രക്തത്തിൽ മുക്കിയ മേലങ്കി, രക്തത്തിൽ മുക്കിയ മേലങ്കി. ആ രക്തം കാണുമ്പോൾ പൈശാചിക ശക്തികൾ തകർന്നടിയുന്നു, രോഗപീഠകൾ വിട്ടുമാറിപ്പോകുന്നു, ശാപബന്ധനങ്ങൾ നിർവീര്യമാകുന്നു. ജീസസ്, ജീസസ്, ജീസസ്. രക്തത്തിൽ മുക്കിയ മേലങ്കി, രക്തത്തിൽ മുക്കിയ മേലങ്കി, രക്തത്തിൽ മുക്കിയ മേലങ്കി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയുടെ അടിസ്ഥാനം അവൻ്റെ ജീവിതമാണ്. പെർഫെക്റ്റ് ലൈഫ് നമ്മൾ വചനത്തിൽ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാമത്തെ തിരുവചനം 7:26. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് ദോഷരഹിതനാണ്, നമ്മുടെ കർത്താവ് നിഷ്കളങ്കനാണ്. അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, പരിശുദ്ധനായ കർത്താവ്. നമ്മുടെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ രക്തം പരിശുദ്ധ രക്തമായി, അവൻ്റെ ശരീരം പരിശുദ്ധ ശരീരമായി. അതുകൊണ്ട് സഭ പാടി പ്രാർത്ഥിക്കുന്നത്,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കടങ്ങളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സഭ വിളിക്കുകയാണ്, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും. വിലയേറിയ രക്തം, വിലപ്പെട്ട രക്തം, അമൂല്യമായ രക്തം, പരിശുദ്ധ രക്തം. കർത്താവിന്റെ രക്തം അത് വിലയേറിയ വിലപ്പെട്ട പരിശുദ്ധമായ രക്തമാണ്. കാരണം അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. രണ്ടാമത് വചനം പറയുന്നു, അവൻ ദോഷരഹിതനാണ്, ഒരു കുറ്റവുമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, ദോഷങ്ങളൊന്നുമില്ലാത്തവൻ. മൂന്നാമത് നിഷ്കളങ്കൻ. കപടത, ചതി ഈ ലോകത്തിന് വലിയ തിന്മയാണ് സഹോദരങ്ങൾ. ചതി, വഞ്ചന, കാപട്യം, ഡ്യൂപ്ലിസിറ്റി. ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ, മിനിസ്ട്രികൾ, ഇന്ന് സഭയെ പോലും പലപ്പോഴും തളർത്തിക്കളയുന്നത് ഈ കപടാത്മാക്കളാണ്, ചതിയും വഞ്ചനകളുമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, ഒരിക്കൽ പോലും പാപം എന്താണെന്നറിയാത്തവൻ, പെർഫെക്റ്റ് ലൈഫ്. കർത്താവിൻ്റെ ജീവിതം അത് പരിപൂർണമായ ജീവിതമാണ്. ഈ പെർഫെക്റ്റ് ലൈഫ് ഉള്ളത് കൊണ്ടാണ് പെർഫെക്റ്റ് പവർ കർത്താവിനുള്ളത്. കർത്താവിൻ്റെ ആ ശക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പരിശുദ്ധിയാണ്. കർത്താവിൻ്റെ പരിശുദ്ധിയാണ് കർത്താവിൻ്റെ ശക്തിയുടെ അടിസ്ഥാനം. കർത്താവിൻ്റെ ചോര തിരിച്ചോരയായി മാറിയത്, കർത്താവിൻ്റെ രക്തം അത്ഭുത രക്തമായി, പരിശുദ്ധ രക്തമായി മാറിയതിന് കാരണം ഈ പെർഫെക്റ്റ് ലൈഫാണ്. അവൻ പരിശുദ്ധനായി, ദോഷമില്ലാതെ, നിഷ്കളങ്കനായി, ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിച്ചു. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ പൈശാചിക ബാധകൾ വിട്ടൊഴിയുന്നു. ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, പിശാച് അലറി വിളിച്ചു പോകുന്നു, ബാധകൾ വിട്ടൊഴിയുന്നു, ഭൂതങ്ങൾ മാറുന്നു, അത്ഭുത സൗഖ്യങ്ങൾ, വിമോചനങ്ങൾ ഉണ്ടാകുന്നു. കാരണം ആ രക്തത്തെ പിശാച് ഭയപ്പെടുന്നു, യേശു നാമത്തെ പിശാച് ഭയപ്പെടുന്നു, യേശു വചനത്തെ പിശാച് ഭയപ്പെടുന്നു, പ്രത്യേകമായ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ പിശാച് ഭയപ്പെടുന്നു. ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞാൽ മതി, ഉടനെ അവൻ ഭയന്ന് വിറയ്ക്കുകയാണ്. കാരണം കർത്താവിൻ്റെ രക്തത്തിൻ്റെ മേൽ പിശാചിന് അവകാശം പറയാൻ പറ്റില്ല. കാരണം അത് പാപമില്ലാത്ത രക്തമാണ്, കറയില്ലാത്ത, കളങ്കമില്ലാത്ത അമൂല്യമായ രക്തമാണ്. സഹോദരങ്ങളെ, ഇതാണ് തിരുരക്തത്തിൻ്റെ ശക്തി. കർത്താവിൻ്റെ തിരുച്ചോരയുടെ ശക്തിയുടെ അടിസ്ഥാനമാണ് ഈ പരിശുദ്ധ വചനം. നമ്മുടെ രക്തത്തിൻ്റെ മേൽ പിശാചിന് അനേകം അവകാശങ്ങൾ പറയാൻ പറ്റും. കാരണം ഇത് പാപം നിറഞ്ഞ രക്തമാണ്. ഇത് പാപമുള്ള, കറയുള്ള, കാപട്യമുള്ള രക്തം. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഇത് കലർപ്പുള്ളതാ. കർത്താവിൻ്റെ രക്തം കലർപ്പില്ലാത്തതാ. അത് പരിശുദ്ധമാണ്. കുറച്ച് വർഷങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ സ്തുതിയാര നടന്നുകൊണ്ടിരിക്കുക. അന്നാണ് ഈ മനുഷ്യൻ്റെ നാവിന് ഇത്ര നീളമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഈ നാവ് അങ്ങ് പുറത്തേക്ക് നീട്ടി, ഇത്രയുണ്ട്. എൻ്റെ ദൈവമേ, എന്തോരം നമ്മൾ ഈ പുറത്തേക്ക് കാണുന്നത് പോലെയല്ല, ഭയങ്കര നീളത നാവിനെ. ഈ നാവ് പുറത്തേക്ക് നീട്ടി മനുഷ്യൻ നാവ് കെട്ടിച്ച് കാറുകയാണ്, അലറുകയാണ് ഈ മനുഷ്യൻ. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ തിരുച്ചോര വിളിച്ച്, ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോയുടെ തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഈ മഴവില്ല് പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കും. ഞാൻ ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് പറ്റണേന്ന്. ഒളിമ്പിക്സിനൊക്കെ പോയി ശരിക്കും സമ്മാനം ഉറപ്പാണ്. ഈ എല്ലുകളൊക്കെ അത്രയും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് തോന്നുക. ഇങ്ങനെ വളഞ്ഞ് ഒരു വിഷമവും ഇല്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വളറി വിളിച്ച് ഒരു 10-20 മിനിറ്റ് സമയം, അവസാന സമയത്ത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം കൊണ്ട്, ആ രക്തത്തിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് ഈ മനുഷ്യൻ വലിയ വിമോചനം ഉണ്ടാവണം. അദ്ദേഹം ശാന്തമായി പിന്നെ അങ്ങ് ഒരു 5-10 മിനിറ്റ് വരെ അങ്ങനെ ശാന്തമായി ഉറങ്ങുന്ന രീതിയിൽ കിടക്കുകയാണ്. അത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു ആനന്ദം,
വലിയ സമാധാനം അദ്ദേഹത്തിന് കിട്ടി. ആ ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം അവൻ കർത്താവിനെ കണ്ടുമുട്ടി. കർത്താവിന്റെ സമാധാനം അവന് കിട്ടി. കർത്താവിന്റെ പ്രസൻസ് അനുഭവിച്ചു. ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടായി. എന്തുകൊണ്ടാണ് ഈ ആഴമേറിയ ആ കണ്ടുമുട്ടൽ അവന് ലഭിച്ചത്? കർത്താവിന്റെ രക്തം അവന്റെ മേൽ വീണു. അവന്റെ ആത്മാവിലേക്ക് രക്തം ഊഴ്ന്നിറങ്ങിയപ്പോൾ കെട്ടുപാടുകൾ പൊട്ടി, ബന്ധനമഴിഞ്ഞു, ജീവിതം സ്വതന്ത്രമാക്കപ്പെട്ടു. സഹോദരങ്ങളെ, അത് കറയില്ലാത്ത പരിശുദ്ധ രക്തമാണ്. ഹല്ലേലൂയ, സർവ്വവ്യാപി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ രക്തത്തിന്റെ മറവിലായിരിക്കുന്ന ഒരു വ്യക്തിയെയും, ഒരു കുടുംബത്തെയും, ഒരു സമൂഹത്തെയും, ഒരു മിനിസ്ട്രിയെയും ആർക്കും ഒന്നിനും ഒരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 12:7 ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം എന്ത് ചെയ്യുവാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്? സർവ്വമീഴ്ത്തിയ വചനം വായിച്ച് അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടില കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. പെസഹ കുഞ്ഞാടിന്റെ രക്തം കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ കട്ടില കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര, ആ മുദ്ര ഓരോ ഇസ്രായേൽ ഭവനത്തിനു മേൽ പതിക്കപ്പെടുകയാണ്. ഇസ്രായേൽ ഭവനങ്ങൾ ഈ രക്തത്തിന്റെ മറവിലായി കുഞ്ഞാടിന്റെ രക്തത്താൽ പൊതിയപ്പെടുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ആ ഭവനങ്ങൾ കബറിയപ്പെടുകയാണ്. തുടർന്ന് കർത്താവ് എന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 12:13 ഉച്ചത്തിലെ വചനം വായിക്കണം. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. നിങ്ങളെ കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടുകയില്ല, നിങ്ങളെ കടിഞ്ഞൂലുകൾ നശിപ്പിക്കപ്പെടുകയില്ല, നിങ്ങൾ ആടുമാടുകൾ വളർത്തുമൃഗങ്ങൾ നശിപ്പിക്കപ്പെടുകയില്ല. ആ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ആ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും, അത് പൊതിയപ്പെടും, പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഇസ്രായേൽ ഭവനങ്ങളെ സംഹാരദൂതന്റെ സംഹാര പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിച്ചത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവായിരുന്നു. പെസഹ കുഞ്ഞാടിന്റെ രക്തമായിരുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്തത്. സംഹാരദൂതൻ അപ്രകാരമുള്ള ഭവനങ്ങളെ കടന്നുപോയി. ആ ഭവനങ്ങളിൽ പ്രവേശിക്കാൻ സംഹാരദൂതന് കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ പഴയ നിയമ പെസഹ കുഞ്ഞാടിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ, എത്രയോ വലിയവനായ, മഹത്വപൂർണനായ പുതിയ നിയമത്തിൽ പെസഹ കുഞ്ഞാടായ കർത്താവായ ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന് എന്തുമാത്രം ശക്തിയുണ്ടായിരിക്കും. അത് അത്ഭുത രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, വലിയൊരു രക്തമാണ്, അത് കറയില്ലാത്ത രക്തമാണ്. Holy blood of Jesus. ആ രക്തത്തിന് മറവിലായിരിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല, പിശാചിന് സാധിക്കില്ല, ലോക ശക്തികൾക്ക് സാധിക്കില്ല. രക്തമൊഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് ഈ രക്തം ഒഴുകട്ടെ, തലമുറകളിൽ രക്തം വീഴട്ടെ, ഈ രക്തം വീഴട്ടെ, പരിശുദ്ധ രക്തം വീഴട്ടെ, രക്തം വീഴട്ടെ, രക്തം വീഴട്ടെ, ദുരക്തം. ശ്രദ്ധിക്കുന്നു. ആ കരങ്ങൾ ഒരിക്കൽ കൂടെ കോർത്ത് പിടിച്ച് ഒരേ കുടുംബത്തിലായിരിക്കുന്ന കരങ്ങൾ കോർത്ത് പിടിക്കുക. എല്ലാം മറക്കുക. നിങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചോ. ഈ കോർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നിങ്ങൾ നിയോഗങ്ങൾ എടുത്തു പിടിക്കുക, ആവശ്യങ്ങൾ എടുത്തു പിടിക്കുക, നിങ്ങളുടെ കുടുംബങ്ങൾ, മക്കൾ, തലമുറകൾ എടുത്തു പിടിക്കുക. ഇതാ തലങ്ങളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ രക്തം ഒഴുകപ്പെടുന്നു, തിരിച്ചൊരൊഴുകപ്പെടുന്നു. സൗഖ്യങ്ങൾ, വിമോചനങ്ങൾ, അത്ഭുതങ്ങൾ, മാനസാന്തരങ്ങൾ, കൃപാവരങ്ങൾ വെളിപ്പെടുന്ന സമയം, ഒഴുകുന്ന സമയം. ഒന്ന് ജനത്തെ വിളി യേശുവേ. കുടുംബങ്ങളിൽ രക്തത്തിന് കൊണ്ടുവരുന്നു, ഞങ്ങളുടെ മക്കളെ കൊണ്ടുവരുന്നു, തലമുറകളെ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ജീവിത വരുമാനങ്ങൾ, ആദായ വഴികൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, മിനിസ്ട്രികൾ, കൂട്ടായ്മകൾ ഈ രക്തത്തിന്റെ മറവിലേക്ക് കർത്താവെ കൊണ്ടുവരുന്നു. പൊതിയണമേ.
പൊതിയണമേ. Hallelujah. I stay right under the blood. I stay right under the blood. I stay right under the blood. Where the devil can do me no harm. Where the devil can do me no harm. I stay right under the blood. Amen. I stay right under the blood. I stay right under the blood. Where the devil can do me no harm. Where the devil can Do me no harm. no harm, no harm, no harm. Oh, no harm, no harm, no harm. No harm, no harm, no harm. Where the devil can do me no harm. Where the devil can Do me no harm. No harm, no harm, no harm. No harm, no harm, no harm. No harm, no harm, no harm. Where the devil can do me no harm. I stay right under the blood. I stay right under the blood. I stay right under the blood. Where the devil can Do me no ഓർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രക്ഷവിളി യേശുവേ. പരിശുദ്ധനായ കർത്താവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോ. സ്തുതിക്കുന്നു, ആരാധന ആരാധന ആരാധന. നന്ദി ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം തന്നെയാണ് കർത്താവിൻ്റെ രക്തശരീരങ്ങളുടെ ശക്തിയുടെ അടിസ്ഥാനം. തിരിച്ചോറയുടെ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് ലൈഫാണ്. പരിശുദ്ധമായ ജീവിതം, ദോഷമില്ലാത്ത, കറയില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായൊരു ജീവിതം. ആ ജീവിതമാണ് കർത്താവിൻ്റെ രക്തശരീരങ്ങൾക്ക് ശക്തി പകർന്നത്. സഹോദരങ്ങളെ, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ഇതാണ്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ഇതാണ്. നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്, കർത്താവ് അവരൂനമറ്റ കുഞ്ഞാടാണ്, സമ്പൂർണമായ ജീവിതം നയിച്ചവനാണെന്ന് സ്വർഗവും ലോകവും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി. നമ്മൾ പല പ്രാവശ്യം വചനത്തിൽ നിന്ന് ധ്യാനിച്ചിട്ടുള്ള വിഷയമാണിത്. പക്ഷേ എങ്കിലും തിരിച്ചോരയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയുടെ അടിസ്ഥാനം എന്താ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, തിരിച്ചോരയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും കണ്ട് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി. ലൂക്കാട് സുവിശേഷം 3:22 കർത്താവ് എന്താണ് അവിടെ സാക്ഷ്യപ്പെടുത്തിയത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ 30 വർഷത്തെ പ്രൈവറ്റ് ലൈഫ്, ആ രഹസ്യ ജീവിതം കണ്ട് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ പെർഫെക്റ്റ് ലാമ്പാണ്, ഊനമറ്റ കുഞ്ഞാടാണ്, കറയില്ലാത്ത, കളങ്കമില്ലാത്ത പരിശുദ്ധമായ ജീവിതമാണ്. 3 വർഷത്തെ കർത്താവിൻ്റെ പബ്ലിക് ലൈഫ്, കർത്താവിൻ്റെ പൊതുജീവിതം കണ്ട് പലപ്പോഴും നമ്മൾ പബ്ലിക് ലൈഫിൽ പെർഫെക്റ്റ് ആവാൻ നമ്മൾ കുറേയൊക്കെ നോക്കും. കാരണം നമുക്ക് നാട്ടുകാരെയും ഈ സൊസൈറ്റിയെ നമുക്ക് പേടിയുണ്ട്. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് അത് ഒരു കുറവും വരരുത്. ഈ ഒരു തീരുമാനം നമുക്ക് പലർക്കുണ്ട്. അതുകൊണ്ട് പബ്ലിക് ലൈഫിൽ പലപ്പോഴും നമ്മൾ പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ പലപ്പോഴും നോക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും അഭിനയിക്കാറുണ്ട്. എന്നാൽ പ്രൈവറ്റ് ലൈഫിൽ പലപ്പോഴും നമ്മൾ വളരെ വളരെ വീക്കാണ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരാണ്, പലപ്പോഴും നമ്മൾ അശുദ്ധിയുള്ളവരാണ്, പലപ്പോഴും നമ്മൾ അനുസരണക്കേടുള്ളവരാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും ഒരുപോലെയായിരുന്നു. 3 വർഷത്തെ പൊതുജീവിതം കണ്ട്, പൊതു ശുശ്രൂഷ കണ്ട് സ്വർഗം സാക്ഷ്യപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് സാക്ഷ്യം നൽകിയത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി, ഇവൻ ഊനമറ്റ കുഞ്ഞാടാണ്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിന് എന്താണ് ഇത്രയും ശക്തി?
തിരുരക്തത്തിൻ്റെ ശക്തിയുടെ അടിസ്ഥാനമാണ് ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. സഹോദരങ്ങൾ, ഇത് സഭയുടെ രഹസ്യമാണ്. ഇതാണ് സഭയുടെ കരുത്ത്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങളാണ് സഭയുടെ ശക്തി. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത്, നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത്. ഈ ഒരു കൃപയിലേക്ക് നമ്മൾ വളരാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, വീണ്ടും ലോകം എന്താണ് ഈശോയെക്കുറിച്ച് പറഞ്ഞത്? നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ റോമൻ ഗവർണറായിരുന്നു പിലാത്തോസ് ഈശോയെ പല പ്രാവശ്യം പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം പിലാത്തോസ് ലോകത്തോട് വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18:38 കർത്താവിനെ ജനക്കൂട്ടത്തിന് മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് പിലാത്തോസ് പറഞ്ഞു, യോഹന്നാൻ 18:38. പിലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? കർത്താവ് ഒന്നും പറഞ്ഞില്ല. തുടർന്ന് പിലാത്തോസ് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ജനക്കൂട്ടം ആക്രോശിച്ച് അവനെ കുരിശിൽ തറക്കി. പിലാത്തോസ് വീണ്ടും അവനെ പരിശോധിക്കുകയാണ്. 2ാം പ്രാവശ്യം പരിശോധിച്ചു. ആ പരിശോധനയ്ക്ക് ശേഷം ജനക്കൂട്ടത്തിന് മുമ്പിൽ വന്ന് പിലാത്തോസ് വിളിച്ചു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 19:4. യോഹന്നാൻ 19:4. പിലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. ക്രിസ്തുവിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഇവൻ ഊനമറ്റ കുഞ്ഞാടാണ്. പെർഫെക്റ്റ് ലാംബ്. പരിശുദ്ധനാണ്, ദോഷമില്ലാത്തവനാണ്. അവൻ കറയില്ലാതെ കളങ്കമില്ലാതെ ജീവിച്ചവനാ. അന്നത്തെ ഗവർണറാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വീണ്ടും പരിശോധിക്കുകയാണ് ജനത്തിനു വേണ്ടി. 3ാം പ്രാവശ്യത്തെ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പിലാത്തോസ് വിളിച്ചു പറയും. യോഹന്നാന്റെ സുവിശേഷം 19:6 എന്താ പറയുന്നത്? പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വ്യക്തമായി പിലാത്തോസ് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് കർത്താവിൻ്റെ കൂടെ 3 വർഷം ജീവിച്ച്, കർത്താവിൻ്റെ കൂടെ ഉറങ്ങി ഭക്ഷിച്ച് പ്രബോധനങ്ങൾ കേട്ട് ഈശോയുടെ കൂടെ ജീവിച്ച് നടന്ന ഈശോയുടെ ഒരു ശിഷ്യനാണ് യൂദാസ്. നമുക്കറിയാം യൂദാസ് എന്താ കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാമത്തെ വചനം അല്ലേ? മത്തായി 27:4. നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് നിഷ്കളങ്കനാണ്. അവനിൽ കാപട്യമില്ല, ചതിയില്ല, വഞ്ചനയില്ല. അവൻ കപടാത്മാവല്ല. അവൻ നിഷ്കളങ്കനാണ്, നീതിമാനാണ്. അവനൊരു പാപം ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ നിഷ്കളങ്കനാണ്. അവൻ്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. ചങ്ക് പൊട്ടി യൂദാസ് കുറ്റബോധം കൊണ്ട് വിളിച്ചു പറയാണ്, നിഷ്കളങ്ക രക്തം. കൂടെ നടന്നവർക്ക് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നത്തെ അധികാരികൾക്ക് പറ്റിയില്ല, സെക്യുലർ അധികാരികൾക്ക് പറ്റിയില്ല, സ്പിരിച്വൽ ലീഡേഴ്സിനും പറ്റിയില്ല. അവർ അസൂയ കൊണ്ടത് പറഞ്ഞത്. ഒരു മനുഷ്യനും കുറ്റമാരോപിക്കാൻ കഴിഞ്ഞില്ല. അനേകം കുരിശുമരണത്തിന് സാക്ഷ്യം നൽകിയ ആ സെഞ്ചൂറിയൻ ശതാധിപൻ കർത്താവിന് കുരിശുമരണം കണ്ട് ആ മനുഷ്യൻ എന്താ വിളിച്ചു പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 27:54 യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു ഏറ്റുപറഞ്ഞു. റിയൽ സൺ ഓഫ് ഗോഡ്. ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവൻ സത്യമായും ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവൻ പാപമില്ലാത്തവനാണ്. ഇവൻ കറയില്ലാത്തവനാണ്. ഇവൻ പരിശുദ്ധനാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അവന്റെ രക്തം പരിശുദ്ധ രക്തമായത്, അത്ഭുത രക്തമായത്, കറയില്ലാത്ത രക്തമായത്, അത് വിലയേറി വിലപ്പെട്ട രക്തമായി. ഈശോയുടെ രക്തം മാറിയതിന്റെ അടിസ്ഥാനം അവന്റെ ജീവിതമാണ്, അവന്റെ ലൈഫാണ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ലൈഫ്. ഹല്ലേലൂയ. ഈ അഭിഷേകം സ്വീകരിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു 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 കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്വർഗവും ലോകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി ക്രിസ്തു ഊനമറ്റ കുഞ്ഞാടാണ്. അവൻ പരിശുദ്ധ രക്തം ശരീരങ്ങളുള്ളവനാണ്, നിഷ്കളങ്കനാണ്. ഇനി നരകത്തിന്റെ സാക്ഷ്യം, പിശാചിന്റെ സാക്ഷ്യം എന്താണ്? മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അവിടെ 7-ാമത്തെ വചനമാണ്. പിശാച് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞു? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര,
മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. പിശാചിന് അറിയാമായിരുന്നു യേശു ആരാണെന്ന്, കർത്താവിൻ്റെ ശക്തി എന്താണെന്നുള്ളത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ പവർ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മേക്കാൾ എത്രയോ അധികമായി പിശാചിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജീസസ് എന്ന പേര് കേൾക്കുമ്പോൾ അവൻ ഭയന്ന് പറയും. നമുക്ക് ആ റെവറൻസ് ഇല്ല, നമുക്ക് ആ റെസ്പെക്റ്റ് ഇല്ല. എന്നാൽ പിശാച് ഭയന്ന് വിറയ്ക്കുന്നുവെന്ന യാക്കോബ് ശ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്. കാരണം ആ നാമത്തിൻ്റെ പവർ നമ്മേക്കാൾ എത്രയധികമായി പിശാചിനറിയാം. സഹോദരങ്ങളെ, നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. സാത്താൻ വിളിച്ചു പറയാ. ലൂക്കായുടെ സുവിശേഷം 4:34 ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവനിലുള്ള പിശാച് വിളിച്ചു പറയാ, നസ്രാനായ യേശുവേ, നീ എന്തിനെ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. അവൻ യേശുവിനെ നോക്കി പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ ഊനമറ്റ കുഞ്ഞാടാണ്, നീ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, നീ കറയില്ലാത്തവനാണ്, നീ ദോഷമില്ലാത്തവനാണ്. അതുകൊണ്ട് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം എന്ന് പറയും, അവിടെ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു, കൺവെർഷൻ ഉണ്ടാകുന്നു, അവിടെ കൃപാവരങ്ങൾ വെളിപ്പെടുന്നു, അവിടെ അനുഗ്രഹങ്ങൾ ഒഴുകപ്പെടുന്നു. കാരണം ആ രക്തത്തിൻ്റെ മേൽ പിശാചിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് നരകത്തിന് അടിസ്ഥാനങ്ങൾ ഇളകും, സാത്താൻ കോട്ടകൾ തകരും, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സഭ നവീകരിക്കപ്പെടും, ലോകം മുഴുവൻ ഉണർത്തപ്പെടും അവൻ്റെ രക്തത്താൽ. യെസ്, അത് പരിശുദ്ധ രക്തമാണ്. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. അത് മിറക്കുലസ് ബ്ലഡാണ്, അത് അത്ഭുത രക്തമാണ്, അത് വിലയേറിയ വിലപ്പെട്ട രക്തമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ 3 പ്രാവശ്യം ആമേൻ പറഞ്ഞ് ഈ പരിശുദ്ധ ചോരയുടെ അഭിഷേകം ഒന്ന് സ്വീകരിച്ച് ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, ജീവിത പങ്കാളി, നമ്മുടെ മിനിസ്ട്രികൾ, കൂട്ടായ്മകൾ, നമ്മുടെ സഭാധികാരികൾ, നമ്മുടെ വൈദികർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, നമ്മുടെ മിനിസ്ട്രികളെല്ലാം ഈ തിരുച്ചോരയുടെ മറവിലേക്ക് കൊണ്ടുവരിക. നമ്മൾ അതിനു വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. തോബീത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 2-3 വചനങ്ങൾ. അവൻ റാഫേലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനയിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ടുപുകച്ചു. ശ്രദ്ധിക്കണം, മത്സ്യത്തിൻ്റെ ചങ്കും കരളും തോബിയാസ് അത് പുകയ്ക്കുകയാണ്. 3-ാം വചനം പറയുന്നു, ഈ പുകയുടെ മണമടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പലായനം ചെയ്തു. മണമടിച്ചപ്പോൾ, ഞാൻ പറയട്ടെ, കർത്താവിന്റെ തിരുച്ചോരയുടെ മണമടിക്കുമ്പോൾ പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു, സാത്താന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു. ജീവിതങ്ങളിൽ ഡെലിവറൻസുകൾ വരുന്നു, റിപ്പന്റൻസ് ഉണ്ടാകുന്നു, കൺവെർഷൻ ഉണ്ടാകുന്നു, എൻകൗണ്ടർ എക്സ്പീരിയൻസ്. ജീവിതങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുന്നു. ഒരു ലിവിങ് എക്സ്പീരിയൻസ് ആയി നമ്മുടെ വിശ്വാസ ജീവിതം മാറുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ രക്തത്തിന്റെ മണമടിക്കുമ്പോൾ ഈ രക്തത്തിന്റെ നനവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. ഈ പരിശുദ്ധ രക്തത്തിന്റെ നനവ് നമ്മുടെ കൂട്ടായ്മകളിൽ, തലമുറകളിൽ ഉണ്ടാകണം, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ, നമ്മുടെ സഭയിൽ ഉണ്ടാകണം. അതിനാക്രമിക്കുവാനോ നശിപ്പിക്കുവാനോ തകർക്കുവാനോ പിശാചിനെ സാധിക്കുകയില്ല. No harm, 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 where the devil can do me no harm, where the devil can do me no harm. എന്താണ് കാരണം? I stay right under the blood, I stay right under the blood, I stay right under the blood, where the devil can do me no harm. ഞാൻ രക്തത്തിന്റെ മറവിലാണ്, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ,
കർത്താവിന്റെ പരിശുദ്ധ ചോരയുടെ മറവിലാണ് ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, എൻ്റെ തൊഴിൽ മേഖലകൾ, എൻ്റെ മിനിസ്ട്രി, എൻ്റെ സഭ. അതിനെ തകർക്കാൻ ഒരു പിശാചിനും സാധിക്കില്ല. പിശാചി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. Where the devil can do me no harm, where the devil can do me no harm. പിശാചേ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രക്തത്തിന്റെ മറവിലാണ്, എൻ്റെ കർത്താവിന്റെ രക്തത്തിന്റെ മറവിൽ. സഹോദരങ്ങളെ, തുറന്നുള്ള ആരാധന ശുശ്രൂഷയിൽ ഈ പരിശുദ്ധ രക്തത്തിന്റെ മറവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, നമ്മുടെ തലമുറകളെ, നിയോഗങ്ങളെ, നമ്മുടെ സഭയെ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് അത്ഭുത സൗഖ്യങ്ങളും ഡെലിവറൻസുകളും അസാധാരണമായ കൃപകളും അതിസ്വാഭാവികമായ അഭിഷേകവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകരുന്ന സമയമാണ്. സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക.